നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്നൊരു അപൂർവമായ വസ്തുവിനെ കുറിച്ചാണ്. അത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഏറ്റവും ഉയർത്തിപ്പിടിച്ചിരുന്നത് CPM ആണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. പക്ഷേ ഈയിടെ കേരളത്തിലുണ്ടായ ഒരു സംഭവം, അതായത് ഒരു മന്ത്രിക്കെതിരെ ഗാർഹിക പീഡനത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു. ആര് തന്നെ മുന്നോട്ട് വരുന്നു. അതേ മന്ത്രി UDF, അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മന്ത്രിസഭയിൽ ഇതേ ആരോപണങ്ങൾ നേരിട്ടിരുന്നു, ഇപ്പോഴും നേരിടുന്നു. അന്ന് കോൺഗ്രസ് ഇതിനെ പഴിച്ചവരും ആ മന്ത്രി രാജിവെക്കണമെന്നും ഒക്കെ പറഞ്ഞവർ, പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി, ഇന്ന് അദ്ദേഹം ഈ മന്ത്രിയെ ഏകദേശം മാപ്പ് കൊടുത്ത പോലെ തന്നെ മന്ത്രിസഭയിൽ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുകയാണ്. സർ, ഇത് എന്താണ് കാണിക്കുന്നത്? പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് അസ്തമിച്ചോ എന്നാണ്. പ്രത്യേകിച്ച് ഇത് CPM എന്ന പാർട്ടി ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. കോൺഗ്രസോ അല്ലെങ്കിൽ BJP ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അവരതിനെ അങ്ങനെ കാണുന്നില്ല. CPM അങ്ങനെ കണ്ടിരുന്നു എന്ന് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു ഇതുവരെ. അതും അസ്തമിച്ചോ സർ? ഇല്ല, ഇത് CPM അങ്ങനെ 100% ഒരു സത്യസന്ധതയുടെയും ഒരു പരിശുദ്ധതയുടെയും ചരിത്രം ഒന്നുമില്ല എന്ന് നമുക്കറിയാം. ഇപ്പോ PK ശശിയുടെ കാര്യത്തിലായാലും, ഇപ്പൊ അടുത്തിടെ CPM-ൽ നിന്ന് വിട്ടുപോയ PK ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ലൈംഗിക ആരോപണങ്ങളിലെതിരായിട്ടുള്ള മുകേഷ് എന്ന് പറയുന്ന നടൻ നിരവധി പരാതികൾക്ക് ലൈംഗിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാര്യ പീഡനം തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ ഉൾപ്പെട്ട ആളായിരുന്നു. അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇപ്പൊ KTDC ചെയർമാനായി വളരെ കാലം തുടരാനായിട്ട് ശശിയെ അനുവദിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തരം താഴ്ത്തിയപ്പോഴും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ തുടരാനായിട്ട് ഇന്നത്തെ ഈ ഇടതുപക്ഷ സർക്കാർ അനുവദിച്ചു. നിൽക്കുന്ന സാംസ്കാരിക നായിക ഉദാഹരണത്തിന് സാറാ ജോസഫ്, അവരൊരു സ്ത്രീപക്ഷ ഒരു സാഹിത്യകാരിയാണ്, അവരറിയപ്പെടുന്നതാണ്. അവർ വാതുറക്കുന്നുണ്ടോ ഈ കാര്യങ്ങളിൽ? മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വാതുറന്നോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും വാതുറന്നിട്ടുണ്ടോ? ഇതിൽ നൈതിക മലയാളി സമൂഹത്തിന്റെ ധാർമ്മിക മനസാക്ഷി നമ്മൾ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും, സോഷ്യൽ മീഡിയയ്ക്ക് ശേഷം ഇത് വീണ്ടും ഒരു ഗോസിപ്പിന്റെയും ഒരു തരം ലൈംഗികമായിട്ടുള്ള അഭിരമിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുക പരസ്പരം. ഇന്നലെ സരിത, ഇന്ന് എന്താ മാങ്കൂട്ടത്തിന്റെ കാമുകിമാർ, അല്ലെങ്കിൽ അദ്ദേഹം ദുരുപയോഗിച്ചിരുന്ന സ്ത്രീകൾ, ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ഭാര്യ. ഇത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇത്ര പ്രാധാന്യത്തോടു കൂടി, രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യുമ്പോൾ തല കുനിക്കേണ്ടത് നവോത്ഥാന കേരളമാണ്. തല കുനിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും എന്താ പറയുന്നത് മറ്റും നമ്മുടെ വലിയ ചരിത്രമുള്ള സ്ത്രീകൾ കൂടി ഇത്ര മുൻപന്തിയിൽ നടന്നിട്ടുള്ള റോസമ്മ പുന്നൂസ്, അല്ലെങ്കിൽ ഈ പറയുന്ന അക്കമ്മ ചെറിയാൻ, ഇങ്ങനെയുള്ള സ്ത്രീകൾ, ആനി ബെസന്റ്, ഇന്നൊരു KR ഗൗരിയമ്മ, ഇങ്ങനെയുള്ളവരുടെ ഒരു സമൂഹത്തിൽ ഈ വഷളന്മാരുടെ വൃത്തികേടുകൾ അഭിരമിക്കുന്ന ഒരു മാധ്യമ രംഗവും ഒരു സാംസ്കാരിക രംഗവും രാഷ്ട്രീയക്കാരെ മനസ്സിലാക്കാം. ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് CPM-ന് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതിൽക്കപ്പുറം ഒരു പ്രത്യേക കാര്യപരിപാടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതാണ് അവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഗമവും ഈ പറയുന്ന പോലെ ഈ പറയുന്ന ആരാണ് നമ്മുടെ മുകേഷിനെ കൊണ്ടു നടക്കലും, ഇത്തരത്തിൽ ഇപ്പൊ ഗണേഷ് കുമാറിനെ താങ്ങലും, ഇതൊക്കെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അടിമുടി. അത് മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അതിന്റെ പതനമാണ് കാണിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ വലതുപക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ, അത് മാങ്കൂട്ടം അദ്ദേഹം അധികാരത്തിലുണ്ടായിരിക്കില്ല, പക്ഷെ രാഷ്ട്രീയ അധികാരത്തിനുണ്ട്. ആജ്ഞാശക്തിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല എന്നുള്ളതിന്റെ ഒരു സൗജന്യത്തിൽ അതും ഇതും താരതമ്യപ്പെടുത്തി CPM-ന് ഒരു പ്രത്യേക തലക്കടി കിട്ടണമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് CPM-നെ അതപ്പതിനെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ തത്വങ്ങൾക്കും ആ പാർട്ടിയുടെ പഴയ കോൺഗ്രസിലും ഉണ്ടായിരുന്നല്ലോ ധാർമ്മികത.
പഴയ കോൺഗ്രസിലും ഉണ്ടായിരുന്നു നൈതികത. കോൺഗ്രസ് മാറിയിരിക്കില്ലേ? സ്വാതന്ത്ര്യ സമരകാലത്തുള്ള കോൺഗ്രസ് ആണോ മലബാറിൽ ഉണ്ടായിരുന്ന ഗോവിന്ദൻ നായരുടെയും പനമ്പള്ളി ഗോവിന്ദമ്മേനന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊന്നറ ശ്രീധരന്റെയും ഒക്കെ കോൺഗ്രസ് ആണോ? അപ്പൊ അത് ആ നൈതിക നിലവാര തകർച്ച എല്ലാ പാർട്ടികളെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ബദലാണെന്ന് ജനങ്ങൾ സങ്കല്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത് പ്രകടമായി വരുന്നു. അതിന്റെ കാരണം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പൊതുജന പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ സാർ, നമ്മൾ അതായത് കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത് രാഷ്ട്രീയ നൈതികത എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രഹേളിക മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ. അങ്ങനെ ഒന്നും ഇല്ല. അത് ഏത് പാർട്ടി ആയാലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും താങ്കൾ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരിക്കും നമ്മൾ കുറച്ചൊക്കെ ആഗ്രഹിച്ചിരുന്ന അവർ അത് സൂക്ഷിക്കും എന്ന് കരുതി അതുമില്ല. അപ്പൊ അതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ മുമ്പിലേക്ക്